ഭാരതത്തിലെന്നല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനലക്ഷങ്ങളുടെ മുമ്പിൽ സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി പ്രമുഖരായ പല വ്യക്തികളിൽ നിന്നും നിരവധി കീർത്തിമുദ്രകളും മെഡലുകളും സമ്പാദിച്ച മാസ്റ്റർ ശംഖുവിന്റെ അത്ഭുത സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ജട്ടിപ്പിക്കുന്ന, കോരിത്തെരിപ്പിക്കുന്ന, രോമാഞ്ചമണിയിക്കുന്ന സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങളാണ് മാസ്റ്റർ ശംഖു ഇവിടെ കാഴ്ചവെക്കുന്നത്. കുട്ടികളാ ചേർന്ന് കൈയടിച്ച് മാസ്റ്റർ ശംഖുവിന് സൈക്കിൾ സവാരി നടത്തുവാൻ സീറ്റ് വേണ്ട, വെറും ഹാൻഡിൽ ബാർ മാത്രം മതി എന്ന് തെളിയിക്കുന്ന അഭ്യാസ പ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അടുത്തതായി ഒറ്റവീൽ സവാരി. ഒറ്റവീലിൽ നിന്നുകൊണ്ട് മറ്റേ വീൽ പമ്പരം പോലെ കറക്കുന്ന അത്ഭുതകരമായ കാഴ്ച കാണുന്ന സുഹൃത്തുക്കളെ, സൈക്കിൾ പമ്പരം, സൈക്കിൾ പമ്പരം. കുട്ടികളെല്ലാം ചേർന്ന് കൈയടിച്ച് ഇതാ പുറകെ പോകുന്ന എനിക്ക് മുന്നിൽ മാത്രമല്ല പിന്നിലും ഒരു കണ്ണുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ഇതാ നോക്കൂ സുഹൃത്തുക്കളെ, തനിക്ക് സൈക്കിൾ സവാരിക്ക് 2 ചക്രങ്ങൾ ആവശ്യമില്ല, ഒറ്റ ചക്രം മതി എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള അത്യത്ഭുത അഭ്യാസ പ്രകടനങ്ങളാണ് മാസ്റ്റർ ശംഖു അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ സംഭാവനയുടെ കാര്യം മറന്നു പോകരുത് സുഹൃത്തുക്കളെ. നിങ്ങൾ വിലയേറിയ സംഭാവനകൾ തന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. കുട്ടിയെല്ലാം ചേർന്ന് കൈയടിച്ച് അടുത്തതായി മായാജാല പ്രകടനങ്ങൾ. കുട്ടിയെല്ലാം ചേർന്ന് കൈയടിച്ച് നിങ്ങളെ ഏവരെയും രോമാഞ്ചമണിയിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന, കോരിത്തരിപ്പിക്കുന്ന കൊച്ചു പിള്ളേരെ കാണിക്കും. വായിന്ന് നാരങ്ങ എടുക്കുന്നു, ഇവിടെ ഓരോരുത്തർ വായിന്ന് വിമാനം എടുക്കുന്നു. നിങ്ങളെ എവരെയും അത്ഭുതപ്പെടുത്തുന്ന, രോമാഞ്ചമണിയിക്കുന്ന അതിഭയങ്കരമായ തട്ടിപ്പ്. അടുത്ത ഐറ്റം അടുത്ത ഐറ്റം രക്തത്തണ്ണീർ എന്ന ഐറ്റമാണ്. ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടോ? എനിക്ക് സുഹൃത്ത് ദയവായി ഞങ്ങളുടെ മുന്നിലേക്ക് വരിക. അതല്ല, ഞാൻ തരാം. അടുത്തതായി രക്തത്തണ്ണീർ എന്ന ഐറ്റം ആരംഭിക്കുകയാണ്. എന്നെ തൊട്ടുകൊണ്ട് ശക്തിയായിട്ട് വലിക്കൂ, വലിക്കൂ. വരുന്നുണ്ടോ? വലിക്കൂ, വലിക്കൂ. കഴിക്കുന്ന സ്പർശിക്കുക പോലെ ചെയ്യാതെ വായുവിൽ കൂടി സ്വന്തം വായിൽ നിന്ന് ഇതൊന്നും മരുന്നില്ലല്ലോ, ഇതിനകത്തൊന്നും മരുന്നില്ല. ഇതൊക്കെ ചുമ്മാ പറ്റി പിതാ മാറ്റി കള്ളം പറയരുത്. അയ്യോ ദൈവത്തിനാണ്, ഒന്നും മരുന്നില്ല. ഞാൻ കുടിച്ചിട്ടില്ലെന്ന്. കുടിച്ചെങ്കിൽ ഇത് ഇതിൽ കൂടെ വരും, ഞാൻ കുടിച്ചില്ലെന്ന്. ഇതിൽ കൂടെ വരും. കുടിച്ചെങ്കില് കണ്ണടച്ചതാ ഇരുന്നോളൂ. ഈ സുഹൃത്തിന്റെ കള്ളത്തരം ഇതാ ഞങ്ങളുടെ അവതരിപ്പിക്കുവാൻ പോകുന്ന ഐറ്റം ഇതാ എന്റെ കയ്യിൽ കുറച്ച് പേപ്പറുകളാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്കാം. നോക്കിക്കോളൂ, എന്തെങ്കിലും അതിന്റെ അകത്തുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? അതില് ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. ഇതിലോ? അത് വീട്ടിൽ കൊണ്ടുപോയിക്കോ, വീട്ടിൽ കൊണ്ടുപോയിക്കോ. അടുത്ത ഐറ്റം, ഞാൻ ഈ പേപ്പർ തിന്നാൻ പോകുന്നു. ഇത് അടുത്തതായി ആ പേപ്പർ കഷ്ണങ്ങൾ മുഴുവൻ അദ്ദേഹം തിന്നുകയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി ചവച്ചരച്ച് കഴിക്കുകയാണ് അദ്ദേഹം. ഇതാ കഷ്ണങ്ങളായി വായ്ക്കുള്ളിലേക്ക് പോയ പേപ്പറുകൾ മാലയായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ്. സംഭാവനയുടെ കാര്യം ആരും മറന്നു പോകരുത്. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും.
ഞങ്ങളുടെ അടുത്ത ഇനം ജനക്ക് ജനക്ക് പായൽ പാചി അഥവാ നിറം മാറുന്ന തൂവലുകൾ. ഇത് കണ്ടല്ലോ, വെറും ഒരു പേപ്പർ. ഇത് വെറും ഒരു പേപ്പർ മാത്രമല്ല. സംശയമില്ല. ഞാൻ ഇതിനെ ചുരുട്ടി ഒരു കുഴൽ പോലാക്കുന്നു. ഇതിനെ ചുരുട്ടി ഒരു കുഴൽ പോലാക്കുകയാണ്. കുഴൽ പോലാക്കുന്നു. എന്നിട്ട് ഞാൻ ഈ തൂവലെടുത്ത്, തൂവൽ കണ്ടല്ലോ, ഇതിന്റെ അകത്തേക്ക് ഞാൻ ഇടുകയാണ്. കുഴലിലേക്ക് ഇടുകയാണ്. അത്ഭുതകരമായിട്ട് ഇതാ മറ്റൊരു തൂവൽ ഞാൻ എടുക്കുന്നു. അടുത്ത ഞാൻ ഒരു വെള്ളത്തൂവൽ ഇതിനകത്തേക്ക് ഇടുകയാണ്. വെള്ളത്തൂവൽ. എന്നിട്ട് ഞാൻ എടുക്കുന്നതോ ഒരു വയലറ്റ്. സുഹൃത്തുക്കളെ, സംശയം നോക്കണു, ഇത് വെറും ഒരു പേപ്പറാണ്. ഒരു മാന്യ സുഹൃത്ത് ഒരു നോട്ടുമാലയുമായി വരുന്നുണ്ട്. നിൽക്കു സുഹൃത്തെ, എന്താണ് പേര്? കാക്കരക്കടവ് തമ്പി. കാക്കരക്കടവ് തമ്പി എന്നൊരു മാന്യ സുഹൃത്ത് ഇതാ ഒരു നോട്ടുമാല സംഭാവന ചെയ്തിരിക്കുന്നു. ആളുകൾ പറയണ കേട്ടു വലിയ അഭ്യാസമൊക്കെ ആയിരുന്നു. എന്തോന്ന് ഇത്ര വലിയ അഭ്യാസം? ഞാനും പണ്ട് ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കുമായിരുന്നു. അത് ചേട്ടന്റെ ശരീരം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. തോന്നിയല്ല, തോന്നും. ഒരു അഭ്യാസിക്ക് മാത്രമേ മറ്റൊരു അഭ്യാസിയെ കണ്ടാ മനസ്സിലാവൂ. ഒരു കള്ളുകൂടിയന് മാത്രമേ മറ്റൊരു കള്ളുകൂടിയനെ കണ്ടാ മനസ്സിലാവൂ. ബ്രഹ്മവിലാസം സർക്കസ് എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ ഞാനൊരു 10 വർഷം മുട്ട ചേർന്നു ഒരു 2-3 മുട്ടയും കൊണ്ടുപോവാ. 5-6 കൊണ്ടുവരാ. 5-6 എന്തൊരു തീറ്റയും കുടിയോ ഇത്. ഇതെന്തോ തീറ്റ. ഞാൻ പണ്ട് ബ്രഹ്മവിലാസം ഹോട്ടലില് ആണിയെ വിഴുങ്ങി ഒന്ന് മിണ്ടായിരിക്കണുണ്ടോ? ചേട്ടാ, അങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ല. ഭർത്താവ് ഭാര്യ അടുത്ത് വളരെ ഡീസന്റ് ആയിട്ടേ പെരുമാറാവൂ. അതുപോലെ ഭാര്യ ഭർത്താവിന്റെ അടുത്തും ഡീസന്റ് ആയിട്ടേ പെരുമാറാവൂ. റോങ് ആയിട്ട് ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ചേട്ടൻ എന്താ പ്രശ്നം? ചേട്ടൻ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും. ചേച്ചിക്ക് എന്താ പ്രശ്നം? ഒന്നുമില്ലല്ലോ. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതെന്റെ ഒരു നിർബന്ധമാ. ശങ്കുവിന്റെ ചെറിയൊരു നിർബന്ധം. എല്ലാരും സന്തോഷമായിരിക്കണം. ചേച്ചി ചേട്ടന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം. ചേട്ടൻ ചേച്ചിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം. കൃഷ്ണമണി കേട്ടോഴി. നമുക്ക് എന്താ വേണ്ട? നമുക്ക് മണ്ണ് അല്ല, മൂക്ക് മണ്ണി മുട്ടുന്നവൻ വരെ കുടിക്കണം. വയറ് പൊട്ടുന്നിടം വരെ വല്ലതും കഴിക്കണം. മരിക്കുന്ന പോലെ കിടന്ന് ഉറങ്ങണം. ചേട്ടൻ ഉറങ്ങിക്കോ. ചേട്ടൻ ഉറങ്ങിക്കോ. പക്ഷേ നീ പോയ ശേഷം പോയതിനു ശേഷം സുഖമായിട്ടോ ഞാൻ പോവാ. ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. റോങ് ആയിട്ടൊന്നും സംഭവിക്കാനും പാടില്ല. കേട്ടോ ചേട്ടാ? സോജാ രാജകുമാര സോജാ രാജകുമാര. ഒന്ന് വെളിച്ചത്തോട്ട് വരണം. ആ മോന്റെ ഒന്ന് കണ്ടോട്ടെ. റോങ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ആർക്കും ഒരു പ്രശ്നവുമില്ല. വെറുതെ ഒച്ച ഉണ്ടാക്കി ആശാനെ വിളിച്ചുണർത്തി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അച്ഛൻ അറിയാൻ വയ്യല്ലോ മൂപ്പരെ. നല്ല പിള്ള. കസ്തൂരി എന്താ ഉറങ്ങാത്തെ? ഉറക്കം വരാഞ്ഞിട്ട്. എന്താ ഉറക്കം വരാത്തെ? എന്റെ വായിരിക്കുന്നൊന്നും കേക്കണ്ട കേട്ടോ. വന്ന് വെട്ടി വിഴുങ്ങ. ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കണമെന്നുള്ള എന്റെ തലവിധിയാണല്ലോ. ഞാൻ ഷാപ്പിൽ നിന്ന് തിന്നു. ഇന്ന് എനിക്കൊന്നും വേണ്ട. എന്ത് ധൈര്യം ഉണ്ടായിട്ട് വേണം? ദുഷ്ടാ, ഇവിടെ അങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ കണ്ടല്ലേ ഞാനിവിടെ കഞ്ഞി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കസ്തൂരി, എന്റെ കസ്തൂരി, നീ കസ്തൂരി എന്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. കഷ്ടമുണ്ട്. രാത്രി മുഴുവൻ ഉറക്കം വെച്ച് കാത്തിരുന്നപ്പോ ഷാപ്പിൽ നിന്ന് തിന്നേച്ചു വന്നെ. റോങ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാണെങ്കിൽ ഒരു ശകലം കഴിച്ചേക്കാം. കസ്തൂരി, എന്റെ കസ്തൂരി. അയ്യോ, ഒരു ശകലം മതി എന്ന് പറഞ്ഞിട്ട് നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സ്വാദ് ആ ഷാപ്പിലെ അഴുക്ക.
രാവും പകലും ഈ സൈക്കിളിന്റെ പുറത്തിരുന്ന് കഷ്ടപ്പെടുന്നവനെ ഒന്ന് ശ്രദ്ധിക്കാനോ സ്നേഹമായിട്ട് രണ്ട് വാക്ക് പറയാനോ ആർക്കും നേരമില്ല. പരമനൂര് നല്ല കാലം വരും. വരും. ഉള്ള കാലം മുഴുവൻ സൈക്കിളിമേ ഇങ്ങനെ ചുറ്റി ചുറ്റി ആയുസ് പോകുന്നത് തന്നെ മിച്ചം. കാലുമടക്കി ഒരു തൊഴിയെന്നാ ഉണ്ടല്ലോ, താഴെ വീഴും. വേണ്ട വേണ്ട വേണ്ട. എങ്ങോട്ടാ? நான் காற்று வாங்க போனேன், ஒரு கவிதை வாங்கி வந்தேன், அது கேட்டு வாங்க போனேன், அந்த கண்ணு என்ன